ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി കേക്കുമായിട്ടാണ്. അതായത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. പക്ഷെ നമ്മളിതിൻ്റെ ബേസ് ഇതിൽ കാണിക്കുന്നില്ല. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ബേസും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർ നമ്മുടെ ബേസ് നോക്കുക. അതിൻ്റെ ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമുക്ക് ഡെക്കറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 1.5 കപ്പ് നമ്മുടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒരു 5 രൂപയുടെ പാക്കറ്റ്, നിങ്ങൾക്ക് ആ കണക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പാക്കറ്റ് കാണിക്കുന്നത്, പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. നേരത്തോടെ തന്നെ ആ ഒരു ബൂസ്റ്റ് തുറന്ന് വെക്കരുത്. ആ സമയത്ത് മാത്രമേ അത് പൊട്ടിച്ചിട്ട് ഇതിലിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബൂസ്റ്റ് കട്ടായി പോകും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ബദാമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നതും സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് ഒരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ബദാമാണ്. ബദാം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. അതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടിയിടുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ആയി കഴിഞ്ഞാൽ അത് ഒന്ന് കുറച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ ആവൂട്ടോ. നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ്, പക്ഷെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. പിന്നെ ഇതേ കണ്ട മെൽറ്റായി വന്നു. നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബദാം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പൊടിഞ്ഞു പോരുത്. 1 kg കേക്കിലേക്ക് നമുക്കിപ്പോൾ കണ്ടില്ലേ, ഒരു 3/4 കപ്പ് വേണ്ടു. അത് പൊടിച്ചപ്പോൾ അതേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ബട്ടറും തടവി കൊടുത്തിട്ട് അതിലിട്ടൊന്ന് സെറ്റ് ചെയ്യാം. തണുത്ത് ആറിയതിന് ശേഷം ഒന്നും കൂടിയും അത് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ മിക്സാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് ഈ കേക്കിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. അത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മേലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒന്ന് മെൽറ്റായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഒന്നും കൂടി ഒരു ഗ്ലേസിങ് ലുക്ക് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ഒരു മിറർ ലുക്ക്, ഒരു ഗ്ലാസ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭംഗിയിൽ വീഴാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു വലിയ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ആണ് പൈപ്പിംഗ് ബാഗ് വെക്കേണ്ടത്. ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് 1 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീം, ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും വെള്ളവും, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ക്രീമിൽ നിന്ന്
കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ക്രീം നമുക്ക് കേക്കിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിനെ 3 ലെയറായിട്ട് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഇതിൻ്റെ കേക്കിൻ്റെ ബേസ് ചോക്ലേറ്റ് കേക്കാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റും അതായത് നമ്മുടെ കൊക്കോ പൗഡറുമാണ് മിക്സിയിൽ ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അറിയാലോ എങ്ങനെയാണ്, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് അരിക്കുമ്പോഴാണ്. പക്ഷേ നമ്മൾ ബൂസ്റ്റ് ചേർക്കുന്നത് അങ്ങനെയല്ല, ചെറു ചൂട് പാലിലാണ് അത് കലക്കിയിട്ട് ആ മിക്സ് റെഡിയാക്കേണ്ടത്. ക്രീം തേച്ചു. ഇനി നമുക്ക് ക്രീമിന് മീതെ നമ്മുടെ ബദാം ക്രഷ് ചെയ്ത് വെച്ചേക്കണത്, കാരമൽ ചെയ്ത ആ ബദാം ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. നമ്മൾ 3 ലെയറും റെഡിയാക്കിയിട്ടാണ് ഇതെടുക്കുന്നത്. ഇതുപോലെ 3 ലെയറിലും ചെയ്യാം. നമ്മൾ ബേസ് റെഡിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൂസ്റ്റ് ഇടേണ്ടത് ചെറിയ ചൂട് പാലിൽ നമ്മൾ 2 സ്പൂൺ ബൂസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല ക്രീമിങ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരു പകുതി സൈഡിൽ നിന്ന് ഇങ്ങനെ ഭംഗിയിൽ ചെയ്തു കൊടുക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യണത്. ടേസ്റ്റുള്ള കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ നമ്മുടെ ക്രഷ് ചെയ്ത ബദാമിൻ്റെ ടേസ്റ്റും അപ്പോൾ എല്ലാം കൂടി ഇത് ഒരുതരം വെറൈറ്റി കേക്ക് തന്നെയാണ്. നമ്മൾക്ക് പിന്നെയും കഴിക്കണമെന്ന് തോന്നണ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ബെല്ലുണ്ടല്ലോ അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ലോണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ക്രഷ് ചെയ്തിട്ടുള്ള ആ ബദാം ഫുള്ളായിട്ട് ഒരു സൈഡിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ മെൽറ്റ് ചെയ്താണ് ഒഴിച്ച് കൊടുത്തേക്കണത്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ കേക്കിനെ ഫുള്ളായി ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിതിൽ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം ഭംഗിയിൽ. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ചോക്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.